ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനറ്റമിസ് ആണ്. നമ്മുടെ കലകളുടെ നാട് എന്ന് നമ്മുടെ 5th യൂണിറ്റ് നമ്മൾ അടിച്ചു പൊളിച്ച് പഠിച്ചായിരുന്നല്ലേ. അങ്ങനെയാണെങ്കിൽ മിസ് ഇന്ന് എന്തിനാ വന്നിരിക്കുന്നതെന്ന് പറയട്ടെ. ആ ഒരു യൂണിറ്റിൽ തന്നെ കുറച്ച് കുട്ടി കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം അല്ലെ, നമുക്ക് ചുറ്റും കുറേ ആചാരങ്ങളും കുറേ അനുഷ്ഠാനങ്ങളും കുറേ ആഘോഷങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ആഘോഷങ്ങളും ഉത്സവങ്ങളെയും ഒക്കെ കുറച്ചും കൂടി ഗംഭീരമാക്കുന്നത്, കുറച്ചും കൂടി മനോഹരമാക്കുന്നത് എന്താണ്? കുറേ കലാരൂപങ്ങളാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇതുപോലത്തെ കുറച്ച് കലാരൂപങ്ങളെയും അവയുടെ പ്രത്യേകതകളും പഠിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിക്കേ, ഇവിടെ ഇതാട്ടെ കുറച്ച് ചിത്രങ്ങൾ കാണുന്നുണ്ട്. കുറച്ച് എന്തൊക്കെ കാണുന്നത് നോക്കിക്കേ. ചാക്യാർ കൂത്തുണ്ട്, അതുപോലെ മാർഗം കളിയുണ്ട്, കൂടിയാട്ടം, ദഫ്മുട്ട്, തെയ്യം, കുമ്മാട്ടി, ഒപ്പന, മോഹിനിയാട്ടം, പടയണി, അങ്ങനെ വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ മക്കൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിയല്ലേ? അതിൽ കുറച്ചൊക്കെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദഫ്മുട്ട്, അതുപോലെ മാർഗം കളി, അതുപോലെ ഒപ്പന, മോഹിനിയാട്ടം, ഇവയൊക്കെ മക്കൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവും. കാരണം നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ കലോത്സവം ഒക്കെ നടക്കുന്ന സമയത്ത് ഇതൊക്കെ ഇത്രയും കലകളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുറെ മക്കളൊക്കെ ഉണ്ടാവും. ശരിയല്ലേ? അതേസമയം എന്താണ്, തെയ്യം കണ്ടിട്ടുണ്ടാവും. കണ്ണൂരിലെ മക്കളാണെങ്കിൽ നേരിട്ട് തെയ്യം കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ ചാക്യാർ കുത്തും, അതുപോലെ തന്നെ കുമ്മാട്ടി, പടയണി തുടങ്ങിയ കലാരൂപങ്ങളൊക്കെ ചിലപ്പോൾ മക്കൾ ടിവിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിത്രങ്ങളൊക്കെ ആയിരിക്കും കാണാൻ പോകുന്നത്. അപ്പം ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കലാരൂപങ്ങളെ പറ്റി മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാ നോക്കിയാലോ? ഈ ഒരു കലാരൂപം മക്കൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. ഇതെന്താണെന്നറിയാവോ? ഇതാണ് മക്കളെ തുള്ളൽ എന്ന് പറയുന്നത്. ശരിക്കും ഈ തുള്ളൽ എന്ന് പറയുന്ന കലാരൂപത്തിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കുഞ്ചൻ നമ്പ്യാരാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല അനീതിക്കും അല്ലെങ്കിൽ എന്താണ് പല അതിക്രമങ്ങളെയും പരിഹസിച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് നർമ്മരസമൊക്കെ കലർത്തിയാണ് ഈ ഒരു കലാരൂപം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ തുള്ളൽ എന്ന് പറഞ്ഞ എന്താണ് 3 വിധത്തിലുണ്ട്. ഏതൊക്കെയെന്നറിയാവോ? ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, അതുപോലെ തന്നെ ശീതങ്കൻ തുള്ളൽ. അപ്പൊ തുള്ളലുകളെ പറ്റി അല്ലെങ്കിൽ തുള്ളൽ എന്ന കലാരൂപത്തിനെ പറ്റി ഒന്ന് വർണ്ണിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുവാണെങ്കിൽ മക്കൾ ഈ പോയിന്റുകളൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ അത് മാത്രമല്ല, വേറെയും കുറെ കലാരൂപങ്ങളുണ്ട്. എങ്കിലും മക്കളെ ഈ ഒരു കലാരൂപം ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കിക്കേ. പെട്ടെന്ന് മക്കൾ ചിലപ്പോൾ ഉത്തരം പറയൂലേ. എന്താണിത്? നമ്മുടെ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന നമ്മുടെ കഥകളിയാണ്. ഈ കഥകളി എവിടെയാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് അറിയാവോ? നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ തന്നെയാണ്. അത് മാത്രമല്ല, ഈ ഒരു കഥകളി നമുക്ക് പെട്ടെന്നൊന്നും പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. കുറേ കാലത്തെ എന്താണ് അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് കഥകളി പഠിക്കാൻ പറ്റുന്നത്. സംഗീതത്തിനും അതുപോലെ തന്നെ നൃത്തത്തിനും അതുപോലെ തന്നെ അഭിനയത്തിനും ഒക്കെ എന്താണ് ഒരു മികച്ച പങ്ക് ഈ ഒരു കലാരൂപത്തിനുണ്ട് കേട്ടോ. നമ്മൾ ഈ കഥകളി ഒക്കെ ഒന്ന് കാണുവാണെങ്കിൽ മക്കൾ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കാണുന്നില്ലേ? ഈ ചിത്രം തന്നെ നോക്കിക്കേ. ഈ ഓരോ ചിത്രത്തിലും ഈ ഒരു കലാകാരന്റെ മുഖത്ത് മിന്നിമായുന്ന കുറേ എന്താ പറയുന്നത് കുറേ നവരസങ്ങൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയും ഇല്ലേ? അതായത് അവർക്ക് നല്ല രീതിയിൽ അഭിനയിക്കാൻ അറിയണം, നല്ല രീതിയിൽ പാടാൻ അറിയണം. അതുപോലെ തന്നെ എന്താണ് ഒരുപോലെ നൃത്തത്തിനും അഭിനയത്തിനും സംഗീതത്തിനും ഒരുപോലെ പങ്ക് നമ്മുടെ ഈ ഒരു കഥകളി കാണിക്കുന്ന അല്ലെങ്കിൽ കഥകളിയിലുള്ള ആ ഒരു കലാകാരൻ ഉണ്ടായിരിക്കണം കേട്ടോ. എങ്കില് അടുത്തത് നോക്കിക്കേ. അടുത്ത ഒരു കലാരൂപം മക്കളൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ നോക്കിക്കേ. എല്ലാവർക്കും അറിയും, എല്ലാവരും വളരെ എളുപ്പത്തിൽ പറയും. എന്താണിത്? തിരുവാതിര. തിരുവാതിര എപ്പോഴാണ് ഉണ്ടാവുന്നതെന്ന് അറിയാവോ? നമ്മുടെ ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് നമ്മൾ തിരുവാതിര കൊണ്ടാടുന്നത്. നമുക്കറിയാം, നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിയൊക്കെ എന്താണ് ഈ തിരുവാതിര കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ? നടുക്കൊരു നിലവിളക്കൊക്കെ വെച്ചിട്ട് അതിന് ചുറ്റും ഇതുപോലെ കേരള സാരിയൊക്കെ ഇട്ട് തലയിൽ നല്ല മുല്ലപ്പൂ ഒക്കെ ചൂടി നല്ല നല്ല ഭക്തിയോടുകൂടി അവരിങ്ങനെ പാട്ടുപാടി തിരുവാതിര കളിക്കുന്നത് മക്കൾ കണ്ടിട്ടുണ്ടാവും. എങ്കില് അടുത്തത് കൂടി ഒന്ന് വേഗം പറഞ്ഞേ. ഇതെന്തായിരിക്കും? ഈ ഒരു കലാരൂപം എന്തായിരിക്കും? ഇതാണ് കോൽക്കളി എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ചേട്ടന്മാരൊക്കെ എന്താണ് ഇങ്ങനെ വട്ടത്തില് ആടിയും അവര് തന്നെ എന്താണ് പാട്ടൊക്കെ പാടി കോലുകളൊക്കെ ഇങ്ങനെ കൂട്ടി മുട്ടിച്ച് നല്ല രീതിയിൽ ഫുൾ ഓഫ് എൻജോയ്മെന്റിൽ കളിക്കുന്ന ഒരു ചെറിയൊരു കളിയാണ് കോൽക്കളി എന്ന് പറയുന്നത്. ഇങ്ങനെ വട്ടത്തിൽ നിന്നിട്ട് എന്താണ് ഒരുമിച്ച് പാടിയും താളത്തിൽ ചുവട് വെച്ചും കൈകളിലെ കോലുകൾ ഇങ്ങനെ തമ്മിലടിച്ച് കളിക്കുന്ന ഒരു കലാരൂപമാണ് കോൽക്കളി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള വിവിധ കലാരൂപങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ചോദിക്കുവാണെങ്കിൽ മക്കൾ എന്താണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്ന നമ്മുടെ തുള്ളല്, അതുപോലെ കഥകളി, അതുപോലെ തന്നെ എന്താണ് തിരുവാതിര, കോൽക്കളി, ഇവയെ പറ്റിയൊക്കെ എഴുതണം. അവയുടെ കുറച്ച് പോയിന്റുകൾ മക്കൾ എഴുതണം. പിന്നെ നമ്മൾ ഈ ഒരു യൂണിറ്റില് ഇതുപോലെ ഈ കലാരൂപങ്ങൾ മാത്രമല്ല കുറച്ച് ഉത്സവങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഘോഷങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂർ പൂരം, ഓണം, അതുപോലെ തന്നെ വള്ളംകളി, അവയെ പറ്റിയൊക്കെ നമ്മുടെ ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.